തുടക്കം ഈ വീഡിയോ ശുദ്ധിയില്ലായ്മ കൊണ്ടാണ്. എന്നിട്ട് തരാം അതിനുള്ള മറുപടി. ഇപ്പൊ ഇങ്ങനെ പോയിട്ടൊരു സാധനത്തിന്റെ പേരാണ് നോളജ് സിറ്റി. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്റർനാഷണൽ തട്ടിപ്പാണ്. ആരോ ഒരാൾ കേസൊക്കെ കൊടുത്ത് ഇപ്പൊ സ്റ്റേല. ജനുവരി 6 മുതൽ ഇന്ന് വരെ സ്റ്റേ ആണ്. നാളെ ബഹുമാനപ്പെട്ട, ഞാൻ വളരെ ആദരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, സുന്നി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ആളുകൾപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന എ.പി. അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം കേരളത്തിലെ നല്ല ലോകത്തിന് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഉസ്താദ് മഹാനായ ഉസ്താദ് എ.പി. അബൂബക്കർ മുസ്ലിയാരെ പോലെ ഒരു നവോത്ഥാന വിപ്ലവം ഈ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിയാർ അയാളേനു എന്റെ ആള് അല്ലേ? കമാലിയ മെഡിക്കൽ കോളേജ് തട്ടിപ്പിന്റെ ആളാരായിരുന്നു? സാക്ഷാൽ എ.പി. അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ എന്താ കാഴ്ച ഇങ്ങനെ ഓരോ സ്ഥലത്തുള്ള സംഘടനയില് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് തന്നെ യോജിപ്പില്ലാതെ എട്ടും പൊട്ടും തിരിയണവര്. പക്ഷെ അന്നും നിങ്ങൾ നോവിക്കുന്ന സമയത്ത് ഈ സംഘടന ആരോടും ഒന്നും പറയാതെ കുത്തുവാക്കുകൾ പോലും പുഞ്ചിരിച്ചുകൊണ്ട് അന്നും മറുപടി തന്നിരുന്നു. അന്ന് നോവിച്ച ആളുകൾ ഇന്ന് പല ആളുകളും അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്ന, മാപ്പ് ചോദിക്കുന്ന, പൊരുത്തം ചോദിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള ഓരോ വീഡിയോസും ഞാൻ തെളിവ് സഹിതം ഇട്ടുതരാം. അന്ന് പറഞ്ഞു തരുന്നതും ഇന്ന് തിരുത്തി പറയുന്നതുമായ വീഡിയോസ്. അപ്പം ഞാൻ ഈ ഒരു പണ്ഡിതന്മാരെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഇസ്മായിൽ സഖാഫി എന്ന് പറയുന്ന ആളെയോ അല്ലെങ്കിൽ റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ആളെയോ തെറി വിളിക്കാനൊന്നുമല്ല. അവർ നല്ല പണ്ഡിതന്മാരാണ്. പക്ഷേ അന്ന് അവർ നോവിക്കുമ്പോൾ പോലും അതിന് പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു മറുപടി. മർക്കസ് നോളജ് സിറ്റി, അതായത് ആ പള്ളി മസ്ജിദ് പൊങ്ങൂല, അത് തട്ടിപ്പാണ്, ഇങ്ങനെയാണ്, അത് ഭൂമിയിൽ പൊങ്ങൂല, ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ അന്ന് 2016-17 സമയങ്ങളിൽ വളരെ കൊട്ടി ആഘോഷിക്കുകയായിരുന്നു ഇവർ. എ.പി. ഉസ്താദിനെ ചങ്ങലക്കിടണം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ റഹ്മത്തുള്ള ഖാസിം ഈ സത്യം മനസ്സിലാക്കി ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾ, സത്യം മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അവർക്ക് അള്ളാഹു തആല ഹിദായത്ത് എന്നുള്ള സംഭവം അള്ളാഹു ഇട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതെനിക്ക് വീഡിയോ ചെയ്യണമെന്ന് നന്നായി ആഗ്രഹമുണ്ട്. കാരണം ഞാനൊക്കെ ഏകദേശം ഒരു 15, 14, 16, 17, 18 ഈ ഒരു വയസ്സ് കാലങ്ങളിലാണ് ഇത്രക്കും ഇവർക്ക് വേദി കെട്ടിക്കൊടുക്കുക, അതിന് അവർ തന്നെ തക്ബീർ വിളിക്കുക, അവർ കൈയൊട്ടിച്ചിരിക്കുക. എന്തായിരുന്നു ഇവർക്ക് കിട്ടണ മേറ്റർ എന്ന് വെച്ചാൽ ഒരു ആലിമിനെ, ഒരു പണ്ഡിതന് തെറി പറയാൻ വേണ്ടി വേദി കെട്ടിക്കൊടുക്കുക. അങ്ങനെ തെറി പറയുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം. അങ്ങനെ ആയിരുന്നു അമ്പലക്കടവ് അമീദ് ഫൈസി എന്ന് പറഞ്ഞ ആള്, അതുപോലെ തോട്ടുമുക്കം റഹ്മത്തുള്ള ഖാസിമി ഇളമർ, റഹ്മത്തുള്ള ഖാസിമി മുത്തേടം, അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അപ്പം അവരൊക്കെ ഇപ്പം എന്താ പറയുക മാറ്റി പറയുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ആരാണ് എ.പി. ഉസ്താദ്. കാലം, അതായത് CM വലിയുള്ളാഹി എല്ലാവരും ഇക്കാരാണെങ്കിലും എ.പിക്കാരാണെങ്കിലും സുന്നികളെല്ലാം അംഗീകരിക്കുന്ന ആളാണ്. ഒരു ആശീർവാദമുള്ള ആളാണ് എ.പി. ഉസ്താദ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം എ.പി. ഉസ്താദ് ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ അന്ന് നമ്മൾ എത്ര നോവിക്കുമ്പോൾ പോലും നമ്മളൊന്നും, ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ പല വിഷയങ്ങളെടുത്ത് നോക്കിയാലും കാണാൻ സാധിക്കും എങ്ങനെയായിരുന്നു എന്ന്. എന്തായാലും ഇപ്പം സത്യം മനസ്സിലാക്കിയിട്ട് എ.പി. ഉസ്താദിനെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ഇപ്പം നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അതിന് ചെയ്ത വീഡിയോ ആണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ. പിന്നെ നമ്മൾ ചാനൽ ഒരുപാടായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാവരും എന്താ പറയുക ഷെയർ ചെയ്ത് കാണുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.